സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നൊമ്പരങ്ങളും നിരാശകളും നിറഞ്ഞ ഈ ലോകത്ത് മനുഷ്യൻ എന്നും തേടുന്നത് സുരക്ഷിതമായ ഒരു അഭയസ്ഥാനമാണ്. ഇന്ന് ലഭിക്കാത്തതും അതാണ്. കഴിഞ്ഞ ദിവസവും ഒരു 12 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത വാർത്ത കേട്ടു. നേരത്തെ സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചിരുന്ന ഒരു 27കാരനും ജീവിതം അവസാനിപ്പിച്ചതായി സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഡിപ്രഷനായിരുന്നു കാരണമെന്ന് കേൾക്കുന്നു. 3-4 മാസം മുൻപ് ജീവിതം അവസാനിപ്പിച്ച ഒരാൾക്ക് കരിയറിലെ തിരിച്ചടികളും അവസരങ്ങൾ ലഭിക്കാത്തതിലുള്ള മാനസിക വിഷമവുമായിരുന്നു കാരണമെന്നും പറയുന്നു. പ്രായ ലിംഗഭേദമന്യേ ആത്മഹത്യയുടെ വാർത്തകൾ അനുദിനം നാം കേൾക്കാറുണ്ട്. തങ്ങളെ ഒന്ന് കേൾക്കുവാനോ മനസ്സ് തുറന്ന് സംസാരിക്കുവാനോ കാരുണ്യപൂർവ്വം ഇടപെടുവാനോ ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹിതൻ പോലുമില്ല എന്ന ചിന്തയിൽ നിന്നാവാം പലപ്പോഴും ഇത്തരം തീരുമാനങ്ങളിലേക്ക് പലരും എത്തിച്ചേരുന്നത്. ഇത്തരുണത്തിലാണ് പരാജിതന്റെയും നഷ്ടപ്പെട്ടവന്റെയും അരികിലേക്ക് കരുണയുടെ കരങ്ങളുമായി എത്തുന്ന ക്രിസ്തുവിന്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. ആ കരുണയുടെ സങ്കേതമായ യേശു യെരുശലേമിൽ ബെഥേസ്ത എന്നു പേരുള്ള ഒരു കുളത്തിനരികെ 38 സംവത്സരമായി രോഗം പിടിച്ചുകിടന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന സംഭവമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വേദഭാഗത്ത് നാം കാണുന്നത്. യെരുശലേം ദേവാലയത്തിലേക്ക് ആടുകളെയും മറ്റ് യാഗമൃഗങ്ങളെയും കൊണ്ടുവന്നിരുന്ന പ്രധാന വാതിലായ ആട്ടുവാതിൽക്കലായിരുന്നു 5 മണ്ഡപങ്ങളുള്ള ബെഥേസ്ത കുളം. ബേത്ത് എന്നാൽ ഭവനമെന്നും ഹെസദ് എന്നാൽ കരുണ അഥവാ ദയ എന്നും അർത്ഥമുള്ള 2 എബ്രായ പദങ്ങൾ ചേർന്ന ബെഥേസ്ത എന്ന എബ്രായ വാക്കിന് കരുണയുടെ ഭവനം എന്നാണ് അർത്ഥം. ആ കുളത്തിലെ വെള്ളം ഔഷധ തീർത്ഥമാണെന്നും ചില പ്രത്യേക സമയങ്ങളിൽ അതിൽ ആദ്യമിറങ്ങി മുങ്ങി നിവർന്നവരൊക്കെ സൗഖ്യം പ്രാപിച്ചുവെന്നും പറയപ്പെടുന്നു. എന്നാൽ ആ കരുണയുടെ ഭവനത്തിൽ 38 വർഷത്തെ തിരസ്കരണത്തിന്റെ അനുഭവത്തിൽ കഴിഞ്ഞ മനുഷ്യന്റെ അടുത്തേക്കാണ് സാക്ഷാൽ കരുണയുടെ ഉറവിടമായി ക്രിസ്തു കടന്നു വരുന്നത്. വെറും ഒരു കാഴ്ചക്കാരനായല്ല, അവനോട് കരുണ കാണിക്കുന്ന മിത്രമായി. യേശു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ കുളക്കരയിൽ വന്നതാണ് ആ മനുഷ്യൻ. അവനെക്കുറിച്ചുള്ള എല്ലാ വിവരവും അറിഞ്ഞ കർത്താവ് അവനോട് ചോദിക്കുന്നത് സൗഖ്യമാകുവാനുള്ള മനസ്സ് നിനക്കുണ്ടോ എന്നാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടും ഇതുവരെയും ആരും ചോദിക്കാത്ത ചോദ്യം. ഒരുപക്ഷെ ആദ്യമുണ്ടായിരുന്ന ആ ആഗ്രഹം ഒരു നിരാശയായി അവനുള്ളിൽ ഘനീഭവിച്ചു പോയിരിക്കാം. തന്നെ സഹായിക്കുവാൻ ഒരു സ്നേഹിതനില്ല എന്നതാണ് അവന്റെ പരാതി. തനിക്ക് ശേഷം വന്നവരും അനേകർ സൗഖ്യമായി പോയിട്ടും സഹായത്തിന്റെ കരുണയുടെ ഒരു കരം നീട്ടുവാൻ ആരുമുണ്ടായില്ല എന്ന നിസ്സഹായാവസ്ഥയിലാണവൻ. എന്നാൽ കരുണയുടെ ആൾരൂപമായ ക്രിസ്തു ദുരവസ്ഥയിലായിരുന്ന ആ മനുഷ്യന് പ്രതീക്ഷയും പ്രത്യാശയും നൽകി സൗഖ്യമാക്കുക മാത്രമല്ല, ജീവിതത്തിലെ നന്മയുടെ അനുഭവങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്യുന്നു. അകൃത്യം ക്ഷമിച്ച് അതിക്രമം മോചിക്കുന്ന, കോപം വെച്ചുകൊള്ളാത്ത ദൈവത്തെക്കുറിച്ച് മീഖ പ്രവാചകൻ പറയുന്നുണ്ട്. ദയയിൽ പ്രസാദമുള്ള ദൈവം വീണ്ടും നമ്മോട് കരുണ കാണിക്കുമെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. സൗഖ്യമാക്കി വിടുക മാത്രമല്ല, ദേവാലയത്തിൽ വെച്ച് അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയോടും യേശു പറയുന്നത്, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്നത്രേ. സമ്പൂർണമായ സൗഖ്യമാണ് യേശു പ്രദാനം ചെയ്യുന്നത്. കരുണയുടെയും കൃപയുടെയും ഉറവിടമായി ക്രിസ്തുവിനെ ഈ ഭാഗത്ത് കാണാനാവും. ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നതിൻ്റെ നീരസം യഹൂദന്മാർ ഇവിടെയും കാട്ടുന്നുണ്ട്. അവർ ആ മനുഷ്യനെ ചോദ്യം ചെയ്യുന്നു. രോഗാവസ്ഥയിൽ കരുണ കാട്ടാത്തവർ സൗഖ്യമായപ്പോൾ ന്യായപ്രമാണവും നിയമവും പറഞ്ഞ് പിന്തിരിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു. നന്മ ചെയ്യാനായി തീരുമാനിച്ചു പോയവൻ ഇരയായി മാറുന്ന അവസ്ഥ. അവർ അവനെ ഉപദ്രവിച്ചു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിയമങ്ങളെക്കാൾ മനുഷ്യനെ സ്നേഹിച്ച കർത്താവ് പറയുന്നത്, എൻ്റെ പിതാവ് ഇന്ന് വരെ പ്രവർത്തിക്കുന്നതിനാൽ ഞാനും പ്രവർത്തിക്കുന്നു എന്നാണ്.
ദൈവീക കരുണ വെളിവാക്കാനാണ് കർത്താവ് ശ്രമിച്ചതെങ്കിലും ശബ്ബത്ത് ലംഘനത്തോടൊപ്പം ദൈവദൂഷണവും അവൻ്റെ മേൽ ചുമത്തി അവനെ കൊല്ലുവാനാണ് യഹൂദരുടെ ആലോചന. കരുണയില്ലാത്ത, നന്മയെ തള്ളിക്കളയുന്ന ജനം. പിതാവിൻ്റെ പാത പിന്തുടർന്ന പുത്രന്റെ കാരുണ്യ പ്രവൃത്തികൾ തൻ്റെ ശിഷ്യന്മാരിലൂടെയും പ്രവഹിച്ചതിൻ്റെ ഉദാഹരണമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിലിരുന്ന മുടന്തനായ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അപ്പോസ്തലന്മാരെ നോക്കിയപ്പോൾ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാൻ പറഞ്ഞ് പത്രോസും യോഹന്നാനും അവനെ സൗഖ്യമാക്കുന്നുണ്ട്. താൽക്കാലികമായ സഹായമല്ല, ജീവിതത്തിലുടനീളം സന്തോഷിക്കുവാൻ തക്ക കരുണയാണ് അവന് ലഭിച്ചത്. കർത്താവിൻ്റെ കരുണകൾക്ക് അതിരുകളില്ല, ആ കൃപകൾ വറ്റിപ്പോയിട്ടുമില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ നോവുകളും നിരാശകളും അവൻ്റെ മുൻപിൽ പകരുവാൻ കഴിയണം. അവൻ നമ്മെയും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും സമൃദ്ധമായ ജീവിതത്തിലേക്കും നയിക്കും. ഇന്ന് ആ കാരുണ്യം നമ്മിലൂടെയും പ്രവഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ സമൂഹത്തിലും ഭവനത്തിലും ചുറ്റുപാടുകളിലുമൊക്കെ ഒറ്റപ്പെടലിൻ്റെയും നിരാശയുടെയും രോഗത്തിൻ്റെയും ഒക്കെ പിടിയിലായവരുണ്ടാകാം. നമ്മുടെ സ്നേഹപൂർവമായ ഒരു വാക്കിനു വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാകാം. ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന പങ്കാളിയാകാം. സ്നേഹപൂർണമായ നോട്ടത്തിനായി കൊതിക്കുന്ന കുഞ്ഞുങ്ങളാകാം. പ്രോത്സാഹനത്തിൻ്റെ ഒരു വാക്കിനായി ദാഹിക്കുന്ന സ്നേഹിതനോ സഹപ്രവർത്തകരോ അയൽക്കാരോ ആരുമാകാം. 38 വർഷമായി ഒരു സ്നേഹിതനില്ല എന്ന വിഷമവും പേറി നിരാശയിൽ കിടന്ന ആ മനുഷ്യനെ പോലെയുള്ളവരിലേക്ക് കാരുണ്യപൂർവമായ ഒരു ഇടപെടലുമായി കടന്നു ചെല്ലുവാൻ ക്രിസ്തു നമ്മെയും വിളിക്കുന്നുണ്ട്. ഇന്ന് സാധ്യമാണോ അത്? കർത്താവിൻ്റെ കരുണാർദ്ര ഹൃദയം തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും അത് അനുഭവിക്കുവാനും സാധ്യമാകണമെന്ന് മാത്രമല്ല, ആ കൃപകളെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് കഴിയണം. ഈ നോമ്പിൻ്റെ നാളുകളിൽ കരുണയുടെ സങ്കേതമായ ക്രിസ്തുവിൻ്റെ സൗഖ്യവും സമാധാനവും സന്തോഷവും നമ്മിൽ ഓരോരുത്തരിലേക്കും ഒഴുകിയെത്തട്ടെ. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ തന്നെ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ഒറ്റപ്പെടലിലും നിരാശയിലും വേദനയിലും ബലഹീനതയിലും അവിടുത്തെ കരുണയാലും സാന്നിധ്യത്താലും ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. നിന്റെ കരുണ ഞങ്ങളിലൂടെ മറ്റുള്ളവരിലേക്കും പ്രവഹിക്കപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.